സ്ഥാനാർത്ഥിക്കുള്ള നിരതദ്രവ്യം ജനകീയമായി ശേഖരിച്ചു നൽകി. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ വാർഡ് 6 കുളക്കാട്ടുകുറിശ്ശിയിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി അരവിന്ദൻ മാസ്റ്റർക്ക് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക ജനകീയമായി ശേഖരിച്ചു നൽകി. വാർഡിലെ 200-ലധികം പേരിൽ നിന്നായി 10 രൂപ വീതം ശേഖരിച്ച തുകയാണ് കുളക്കാട്ടുകുറിശ്ശി സെൻട്രൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് കൈമാറിയത്. തുക ഏറ്റുവാങ്ങൽ കൈമാറൽ ചടങ്ങ് CPIM ലോക്കൽ സെക്രട്ടറി MC വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണമ്പറ്റയിലെ 7 വാർഡുകളിൽ വിവിധ സ്ഥാനാർത്ഥികൾക്കായി കെട്ടിവെക്കാനുള്ള തുക മറ്റെല്ലാ വാർഡുകളിലും വിവിധ സംഘടനകൾ കൊടുത്തിട്ടുണ്ട്. മഹിളാ അസോസിയേഷൻ കൊടുത്തിട്ടുണ്ട്, CITU ചുമട് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ തുടങ്ങി വിവിധ KSKTU കൊടുത്തിട്ടുണ്ട്, തുടങ്ങി വിവിധ DYFI കൊടുത്തിട്ടുണ്ട്, തുടങ്ങി വിവിധ സംഘടനകളാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ 6-ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ജനകീയമായ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത്രയും ജനകീയമായി കെട്ടിവെക്കാനുള്ള തുക സംഭരിച്ച ഒരു സംഭവം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല. TC രാധ അധ്യക്ഷയായി, N ബാലസുബ്രഹ്മണ്യൻ, P ശ്രീജിത്ത്, P ബാലചന്ദ്രൻ, C രാധാകൃഷ്ണൻ, M പ്രജോഷ്, M രാധാകൃഷ്ണൻ, അനിൽ ഇടമലയിൽ, P സുരേഷ്, വിശാഖ് തമ്പി, CK രാമകൃഷ്ണൻ, തോമസ് ഇടനാട്, ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വാർഡിലെ വിവിധങ്ങളായ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോട് തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ച് നിങ്ങളെല്ലാം ഒത്തുചേരണം, ഒത്തുപിടിക്കണമെന്ന് അഭിപ്രായം വെച്ചുകൊണ്ട് ഓരോ സാധാരണ മനുഷ്യരിൽ നിന്നും 10 രൂപ തുക കളക്ട് ചെയ്തുകൊണ്ട് ഞാനിവിടെ മനസ്സിലാക്കുന്നത് ഒരു ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് നിരതദ്രവ്യം എന്ന രീതിയിൽ കെട്ടിവെക്കേണ്ടത് 2000 രൂപയാണ്. 2000 രൂപയിലധികം ഏതാണ്ട് 2600ഓളം രൂപ, അതിനർത്ഥം 260ഓളം ആളുകളെ ഇതിൻ്റെ സന്ദേശം എത്തിച്ച് ആ രീതിയിൽ തുക കണ്ടെത്താൻ മുന്നോട്ട് വന്നു ഈ വാർഡിലെ നമ്മുടെ പ്രവർത്തകർ എന്നത് ഏറെ സന്തോഷവും അഭിമാനവും അതിലേറെ ആഹ്ലാദവും ഉണ്ടാക്കുകയാണ്. ഇടതുപക്ഷ മുന്നണിയുടെ CPIM-ന്റെ ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങൾ ഏൽപ്പിക്കുന്ന ചുമതലകൾക്കുമെല്ലാം അനുസരിച്ചുകൊണ്ട് സാധ്യമായ രീതിയിലെല്ലാം പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറവുകൾ മനുഷ്യനാണ് എന്നതുകൊണ്ട് കുറവുകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, എനിക്കും ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ ആ കുറവുകളൊന്നും ബോധപൂർവമല്ല. ആരെയും ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങളോ അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുകളോ ഉണ്ടാക്കാനുള്ള ഒരു പ്രവർത്തനം ഇതുവരെ കാഴ്ചവെച്ചിട്ടില്ല എന്നതാണ് നമ്മുടെ വ്യക്തിപരമായ ഒരു വിലയിരുത്തൽ. നമുക്ക് നമ്മുടെ ഈ വാർഡിന് കഴിഞ്ഞ നാളുകളിൽ നിന്ന് നമുക്ക് ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട്. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനുണ്ട്. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, നാടിൻ്റെ ആവശ്യങ്ങൾ, നാടിൻ്റെ പ്രയാസങ്ങൾ, നാട് അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായ വികസന മേഖല വിഷയങ്ങളെല്ലാം ഏറ്റെടുക്കാൻ നമുക്കാകണം, കരുത്തുണ്ടാകണം. അതിനെ ജനങ്ങളെല്ലാം കണ്ണി ചേർത്ത് നിർത്തുക എന്നതാണ് നമ്മുടെ മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം.